നമോ വെങ്കിട്ടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ അതിവിശേഷപ്പെട്ട ഒരു ദിവസം, അതായത് ചൊവ്വാഴ്ച ദിവസമാണ് നമ്മുടെ മുരുക ഭഗവാന്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിനമായിട്ടാണ് അറിയപ്പെടുന്നത്. മാത്രമല്ല നാളെ 11/11 മാജിക്കൽ പോർട്ടൽ ഓപ്പൺ ആകുന്ന ഒരു ദിവസം കൂടിയാണ്. ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത്, നാളെ രാവിലെ ഉണർന്നതും വെറും 11 പ്രാവശ്യം ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരൊറ്റ വരി തിരുനാമം ജപിക്കുക. നിങ്ങൾ ഏതൊരു കാര്യം മനസ്സിൽ ആഗ്രഹിച്ചു കൊണ്ടാണെങ്കിലും ഈ മന്ത്രം ജപിക്കുമ്പോൾ ആ കാര്യങ്ങൾ ഉടനടി നിറവേറി കിട്ടും. മാത്രമല്ല, നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു പരിഹാര മാർഗം നിങ്ങളെ തേടി വരും. ഇനി അത് എന്തും തന്നെ ആയിക്കോട്ടെ, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരാണെങ്കിലും, ഇനി സാമ്പത്തികപരമായ തടസ്സങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരാണെങ്കിലും, ഇനി വേറെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നിറവേറി കിട്ടുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിലും, അങ്ങനെ പലതരത്തിലുള്ള പല ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് എന്തും തന്നെയാകട്ടെ, ഒരു കാര്യം മാത്രം മനസ്സിൽ കരുതിക്കൊണ്ടല്ല നാളെ നമ്മൾ ഈ മന്ത്രം ജപിക്കേണ്ടത്. നമ്മുടെ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും തീർന്നു കിട്ടുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ മന്ത്രം ജപിക്കുന്നത്. സാധാരണ മുരുക ഭഗവാനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ നമ്മുടെ എത്ര വലിയ കഷ്ടപ്പാടുകളും മാറിക്കിട്ടുമെന്ന് നമുക്കെല്ലാവർക്കും അനുഭവത്തിലൂടെ അറിയാവുന്ന ഒരു കാര്യമാണ്. ജീവിതത്തിൽ എത്ര വലിയ വിഷമങ്ങളുണ്ടെങ്കിലും, ഏത് വേദനയിലാണെങ്കിലും, ഇനി എന്താണോ നമ്മുടെ ജീവിതം ഇങ്ങനെ പോകുന്നത് എന്ന് പലതരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും ആ ചിന്തകളെയെല്ലാം തുടച്ചു മാറ്റുവാൻ നമുക്കൊരു കാവലായി, നമുക്കൊരു തുണയായി നിൽക്കുന്ന ഒരു ഭഗവാനാണ് വേലവൻ എന്ന് പറയുന്നത്. വേലവൻ്റെ വഴിപാടുകളിലൂടെയും മന്ത്രജപങ്ങളിലൂടെയും നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് നമ്മുടെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സുകളിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഒരുപാട് പേർക്ക് ജോലി കിട്ടിയതായിട്ട് മെസ്സേജുകൾ അയക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കമൻറ്റ് ബോക്സുകളിലൂടെ പറയുന്നുണ്ട്, തുകകൾ, അതായത് ഒരുപാട് കാലങ്ങളായിട്ട് നേടിയെടുക്കാൻ സാധിക്കാത്ത തുകകൾ കിട്ടി എന്ന് പറയുന്നുണ്ട്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടി എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഷഷ്ടി എടുത്തിട്ട് സന്താന ഭാഗ്യം ലഭിച്ചു എന്ന് പറയുന്നവരുണ്ട്. ഇങ്ങനെ പല ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് പലരും പലതരത്തിലുള്ള കമൻറ്റുകൾ ഇടുമ്പോൾ നമുക്കത് കാണുമ്പോൾ വളരെയധികം സന്തോഷമാണ് തോന്നുന്നത്. അങ്ങനെയുള്ള വേലവനെ വഴിപാട് ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ചൊവ്വാഴ്ച എന്ന് പറയുന്നത്. ചൊവ്വാഴ്ച ചൊവ്വാഹോര സമയത്ത് മുരുക ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചു വന്നാൽ തീർത്താൽ തീരാത്ത പ്രശ്നങ്ങളാണെങ്കിൽ പോലും അത് തീർന്നു കിട്ടുമെന്നും നമുക്കറിയാം. പലർക്കും ചൊവ്വാഴ്ച ചൊവ്വാഹോര എന്ന് പറയുമ്പോൾ എപ്പോഴാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ വീണ്ടും ഒന്നുകൂടി പറയാം. നമ്മുടെ വീഡിയോ തുടർച്ചയായി കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ചൊവ്വാഴ്ച ചൊവ്വാഹോര സമയം എന്ന് പറയുന്നത് രാവിലെ 6 മണി മുതൽക്ക് 7 മണി വരെയും, ഉച്ച സമയം 1 മണി മുതൽക്ക് 2 മണി വരെയും, രാത്രി 8 മണി മുതൽക്ക് 9 മണി വരെയുള്ള സമയമാണ്. ഈ ഒരു സമയത്ത് മുരുക ഭഗവാന് ഒരു നെയ്ദീപമെങ്കിലും തെളിയിച്ച് സുബ്രഹ്മണ്യ സ്വാമിയുടെ ഏത് മന്ത്രങ്ങളാണെങ്കിലും, തിരുപ്പുകഴാണെങ്കിലും, വേൽമാറൽ മഹാമന്ത്രമാണെങ്കിലും, ഇനി ഇതൊന്നും ചൊല്ലാൻ സാധിക്കാത്തവർ മുരുക എന്ന് വിളിച്ചാൽ മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിറവേറി കിട്ടുവാനായിട്ട്. പക്ഷെ ഞാനിവിടെ പറയുവാൻ പോകുന്നത് ചൊവ്വാഴ്ച ദിവസത്തെക്കുറിച്ചോ ചൊവ്വാഹോര സമയത്തെക്കുറിച്ചോ അല്ല. നാളെ രാവിലെ ഉണർന്നതും കൈയും കാലും കഴുകണമെന്നില്ല, അതുപോലെ തന്നെ കുളിക്കണമെന്നില്ല. നമ്മൾ ഇനി പീരിയഡ്സ് ആണെങ്കിലും പുലവാലായ്മയാണെങ്കിലും സാരമില്ല. ഭഗവാന്റെ ഈ ഒരൊറ്റ വരി തിരുനാമം നമുക്ക് 11 തവണ കണ്ണുകൾ അടച്ച് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചൊല്ലാവുന്നതാണ്. നിങ്ങളിനി നാളെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ പൂജകൾ ചെയ്യുന്നവരാണ്, വഴിപാടുകൾ ചെയ്യുന്നവരാണ് എന്നിരിക്കുകയും സാരമില്ല. നാളെ ആർക്കു വേണമെങ്കിലും ഏതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഇല്ലാതെ ഈ ഒരു മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ്. ഏതൊരു ആഗ്രഹവും മനസ്സിൽ കരുതാതെ വേണം നമുക്ക് ഈ മന്ത്രം ജപിക്കുവാനായി. ഉണർന്ന ഉടൻ തന്നെ, അല്ലെങ്കിൽ നമുക്ക് കുളിച്ചിട്ടാണ് ചൊല്ലാൻ ആഗ്രഹമെന്നുണ്ടെങ്കിൽ കുളി കഴിഞ്ഞതിനു ശേഷം പച്ചവെള്ളം പോലും കുടിക്കാതെ വെറും വയറ്റിൽ ചൊല്ലുന്നത് പെട്ടെന്ന് ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും. ചിലർ ചോദിക്കും, ദൈവങ്ങൾ എപ്പോഴും വെള്ളം പോലും കുടിക്കാതെ വെറും വയറ്റിൽ മന്ത്രം ജപിക്കുക എന്ന് പറഞ്ഞിട്ടില്ല എന്ന്. ഞാൻ നമ്മുടെ വീഡിയോകളിലൂടെ പല സമയങ്ങളിലും പറയുന്ന ഒരു കാര്യമാണ്. ഈ ഷഷ്ടി വ്രതമോ അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതോ ഏതൊരു ദൈവങ്ങളും നമ്മൾ വ്രതമിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ നമ്മുടെ അച്ഛനോടും അമ്മയോടും എങ്ങനെയാണോ വാശി പിടിക്കുന്നത്, സാധാരണ 1 തവണയോ 2 തവണയോ ചോദിച്ചാൽ അത് നിറവേറി കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക്
ഭക്ഷണം കഴിക്കാതിരുന്ന ആ കാര്യം നേടിയെടുക്കുക എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വരും, സ്വാഭാവികം മാത്രം. അങ്ങനെ നമ്മൾ നമ്മുടെ അച്ഛനായ സുബ്രഹ്മണ്യ സ്വാമിയോട് ചോദിച്ച് ആ കാര്യം നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയാണ് ഈ വ്രതം അനുഷ്ഠിക്കുക, അല്ലെങ്കിൽ വെറും വയറ്റിൽ ഈ തിരുനാമങ്ങൾ ജപിക്കുക എന്നെല്ലാം ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നാളെ നിങ്ങൾ ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും സാരമില്ല, ഞാനിവിടെ പറയുന്ന ഈ മന്ത്രം വെറും 11 തവണ മാത്രം. ഇനി നിങ്ങൾക്ക് കൂടുതൽ പ്രാവശ്യം ചൊല്ലാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചൊല്ലാം. ഇനി അഥവാ ഇല്ല, ഞാൻ 11 തവണ ചൊല്ലാനാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ വെറും 11 തവണ ഞാനിവിടെ പറയുവാൻ പോകുന്ന ഈ ഒറ്റ വരി തിരുനാമം ജപിക്കാവുന്നതാണ്. ഓം പ്രണവമേ പോട്രി, ഓം പ്രണവമേ പോട്രി, ഓം പ്രണവമേ പോട്രി. എല്ലാ ദൈവങ്ങളുടെ തിരുനാമങ്ങൾക്കും മന്ത്രജപങ്ങൾക്കും മുൻപിലും ഓം എന്ന് ചേർക്കുന്നുണ്ടെങ്കിലും പോലും ഓം എന്നുള്ള ആ ഒരു ചിഹ്നം നമുക്ക് നമ്മുടെ മനസ്സിൽ വരുന്ന സമയത്ത് സുബ്രഹ്മണ്യ സ്വാമിയെ തന്നെയാണ് നമുക്ക് ഓർമ്മയിൽ വരുന്നത്. കാരണം ഭഗവാന്റെ കയ്യിൽ ഓം എന്നുള്ള പ്രണവ ചിഹ്നം ഉള്ളതായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സുബ്രഹ്മണ്യ സ്വാമിയുടെ വലതുകരം നമുക്ക് അനുഗ്രഹം തരുന്നത് പോലെയാണ് വച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആ വലതുകരത്തിൻ്റെ നടുവിൽ ഓം എന്നുള്ള പ്രണവ മന്ത്രം ഉണ്ടാകും, അല്ലെങ്കിൽ ഓം എന്നുള്ള ആ ഒരു ചിഹ്നം ഉണ്ടാകും. ഓം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് പ്രണവ മന്ത്രമാണ്. പ്രണവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രപഞ്ചത്തെയാണ്. പ്രപഞ്ചത്തിൻ്റെ ശക്തി അധികമായി നിലനിൽക്കുന്ന ഒരു ദിവസമായതിനാൽ തന്നെ നാളെ ഓം പ്രണവമേ പോട്രി എന്നുള്ള ഈ തിരുനാമം നമുക്ക് 11 തവണ ചൊല്ലാവുന്നതാണ്. ഇനി ചിലർക്കെങ്കിലും സംശയമുണ്ടാകും, നാളെ 11 പ്രാവശ്യം മാത്രമേ ഇത് ചൊല്ലാൻ സാധിക്കൂ, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴെല്ലാം മനസ്സിൽ വരുന്നുവോ ആ സമയത്തെല്ലാം ചൊല്ലാമോ? തീർച്ചയായിട്ടും സുബ്രഹ്മണ്യ സ്വാമിയുടെ മന്ത്രങ്ങൾ ജപിക്കുവാനോ തിരുനാമങ്ങൾ ചൊല്ലുവാനോ നമുക്ക് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളുമില്ല. പൂജാമുറിയിൽ കയറി പൂജ ചെയ്യുമ്പോൾ മാത്രമാണ് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാതെ സർവ്വസദാസമയവും മുരുക എന്ന് വിളിച്ചതുകൊണ്ടോ ഓം പ്രണവമേ പോട്രി എന്ന് പറഞ്ഞതുകൊണ്ടോ ഓം ശരവണഭവ എന്നുള്ള മന്ത്രം ജപിച്ചതുകൊണ്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും വന്നു ചേരുവാൻ പോകുന്നില്ല. മറിച്ച് നന്മകൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടതാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ലോകത്തിൽ എത്രയോ ദൈവങ്ങളുണ്ട്, നമ്മൾ എത്രയോ പേരെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എങ്കിലും ഓം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് മുരുക ഭഗവാനെ തന്നെയാണ്. മാത്രമല്ല എല്ലാ ദൈവങ്ങളുടെയും ചെല്ലപ്പിള്ള എന്നാണ് സുബ്രഹ്മണ്യ സ്വാമി അറിയപ്പെടുന്നത്. അതായത് കുഞ്ഞു കുട്ടിയാണ്. നമുക്ക് മുരുക ഭഗവാന്റെ കഥകൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞ ഒരു കാര്യമാണ്. കുഞ്ഞു കുട്ടിയാണ്. ആ കുഞ്ഞു കുട്ടിയെ മാമനായാലും ശരി, പിതാവിനായാലും ശരി, അമ്മയ്ക്കായാലും ശരി, ഏട്ടനും അനിയനും എല്ലാവർക്കും ഒരുപാട് പ്രിയമാണ്. മാമൻ ആരാണ്? നമ്മുടെ വെങ്കടാചലപതി ഭഗവാൻ അല്ലെങ്കിൽ നാരായണ സ്വാമി. അച്ഛനും അമ്മയും ശിവഭഗവാനും പാർവതി ദേവിയും, ഏട്ടൻ നമ്മുടെ വിനായക ഭഗവാൻ. ഇവർക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കുഞ്ഞു അനിയൻ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കുഞ്ഞു മകൻ തന്നെയാണ് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി. അതുകൊണ്ട് നമ്മൾ ഓം പ്രണവമേ പോട്രി എന്ന് പറയുമ്പോൾ വേറെ എല്ലാ ദൈവങ്ങളെയും ഉൾക്കൊള്ളുമോ? എല്ലാവരും ഉൾക്കൊണ്ട ഒരു പേര് തന്നെയാണ് മുരുക എന്നുള്ള മന്ത്രം എന്ന് ഞാൻ നമ്മുടെ പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ട്. മു എന്നാൽ മുകുന്ദൻ, രു എന്നാൽ രുദ്രൻ, ക എന്നാൽ കമലദേവൻ, അതായത് ബ്രഹ്മദേവൻ, അതായത് സാക്ഷാൽ നാരായണസ്വാമിയെയും ശിവഭഗവാനെയും ബ്രഹ്മാവിനെയും ഉൾക്കൊണ്ട ഒരു തിരുനാമമാണ് മുരുക എന്ന് നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിയെ വിളിക്കുന്നത് എന്ന് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു ചിന്തയാണ്. കാരണം മുരുക എന്ന് വിളിച്ചാൽ നിങ്ങൾ എല്ലാവരെയും വിളിച്ച് പ്രാർത്ഥിച്ചതിന് തുല്യം തന്നെയാണ്. ഈ കലിയുഗത്തിലെ കൺകണ്ട ദൈവമായി അറിയപ്പെടുന്നത് മുരുക ഭഗവാനാണ്. വിഷമങ്ങൾ വരുന്ന സമയത്തും വേദനകൾ വരുന്ന സമയത്തും സങ്കടങ്ങൾ വരുന്ന സമയത്തും മനസ്സിൽ തീർക്കാൻ സാധിക്കാത്ത ഭാരങ്ങൾ വരുന്ന സമയത്തും മുരുക എന്ന് മനസ്സിൽ നിങ്ങൾ വിചാരിച്ചു കൊണ്ടിരിക്കുക. 6 പ്രാവശ്യം ചൊല്ലുക, 11 പ്രാവശ്യം ചൊല്ലുക, അല്ലെങ്കിൽ മനസ്സിലെ വേദനകൾ ഇറങ്ങി പോകുന്നത് വരെയും ചൊല്ലുക. തീർച്ചയായും ഭഗവാന്റെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള അനുഗ്രഹം നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും. അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. വീണ്ടും വീണ്ടും പല കാര്യങ്ങളും എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അനുഭവ കഥകളെക്കുറിച്ച് ഒരുപാട് വീഡിയോകളിലൂടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ നാളെ രാവിലെ ഉണർന്നതും നിങ്ങൾ ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക. ഇനി ഒരു പക്ഷേ ഞാൻ ഇപ്പോഴാണ് ഈ വീഡിയോ കണ്ടത്, വൈകിയാണ് ഈ വീഡിയോ കണ്ടത്, സാരമില്ല. എപ്പോൾ വേണമെങ്കിലും മുരുക ഭഗവാന്റെ ഈ ഒരു ഓം പ്രണവമേ പോട്രി എന്നുള്ള മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ്. തീർച്ചയായും നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ കരുതിക്കൊണ്ടാണെങ്കിലും, ഇനി അഥവാ ഒന്നും കരുതാതെയാണ് ഞാൻ മുരുകനെ വിളിക്കുന്നത്, മുരുകൻ അറിയും എൻ്റെ ഏത് പ്രശ്നങ്ങൾ തീർത്തു തരണമെന്നുള്ള കാര്യം എന്ന് പറയുകയാണെങ്കിലും ഭഗവാൻ നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ വേദനകളും എല്ലാ ദുഃഖങ്ങളെയും തുടച്ച് നീക്കം ചെയ്ത്
നിങ്ങളെ ചേർത്ത് പിടിക്കുന്നതായിരിക്കും. ഇത് ഉറപ്പായും സംഭവിക്കുവാൻ പോകുന്ന ഒന്നാണ്. അപ്പോൾ നാളെ നിങ്ങൾ ആരും തന്നെ മറക്കരുത്. ഒരുപാട് ശക്തിയുള്ള ഒരു ദിവസമാണ്. പ്രപഞ്ച ശക്തിയാണെങ്കിലും ദൈവിക ശക്തിയാണെങ്കിലും കൂടുതൽ ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന ഒരു ദിവസമായതിനാൽ നാളെ നിങ്ങൾ മറക്കാതെ ഇത് ചൊല്ലുക. ഇനി നാളെ വൈകുന്നേരത്തിനുള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം അടുത്തൊരു വീഡിയോകളിലൂടെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മന്ത്രജപങ്ങൾ, പുരാണ കഥകൾ, അതുപോലെ തന്നെ തിരുനാമങ്ങൾ, വഴിപാട് രീതികൾ, താന്ത്രികങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിട്ടേശായ നമഃ.